എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൊല്ലവർഷം 1200 എന്ന പുതിയ മലയാള വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് വിശാഖം നക്ഷത്രക്കാരുടെ ഈ ഒരു മലയാള വർഷത്തിലെ ഫലങ്ങൾ നോക്കാം. അപ്പോൾ ഈ വിശാഖ നക്ഷത്രം 2 കൂറുകളിൽ വരുന്നുണ്ട്. വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളിൽ ജനിച്ചവർ തുലാക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവസാന പാദം വൃശ്ചികക്കൂറിലുമാണ്. വർഷാരംഭത്തിൽ കുംഭൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ശനി തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാരുടെ 5ാം ഭാവത്തിലാണ്. അപ്പോൾ 2025 മാർച്ച് 29 വരെ ശനി കുംഭൻ രാശിയിൽ തുടർന്നിട്ട് അവിടുന്ന് മീനൻ രാശിയിലേക്ക് പകരും. അപ്പോൾ തുലാക്കൂറുകാർക്ക് 6ൽ ശനി വരും. ഏതാണ്? മീനത്തിലേക്ക് പോയി കഴിയുമ്പോൾ 6ലാകും ശനി. 6ലെ ശനി പല പ്രകാരവും ഗുണം നൽകുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. പ്രത്യേകിച്ച് ശത്രുദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഗ്രഹാവസ്ഥയാണ്. 6ാം ഭാവം ശത്രുവിനെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ. പക്ഷേ വർഷാരംഭത്തിൽ തുലാക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതായത് അഷ്ടമ വ്യാഴമാണ്. അതുകൊണ്ട് ഒട്ടും അനുകൂലം അല്ല. 2025 മെയ് 14 വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ തുലാക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. കാരണം അപ്പോൾ 9ലേക്ക് വ്യാഴം പ്രവേശിക്കും. അതുപോലെ തന്നെ ഈ 2025 മെയ് 18 രാഹു അല്ലെങ്കിൽ സർപ്പൻ എന്ന് പറയുന്ന നിഴൽഗ്രഹം കുംഭൻ രാശിയിലേക്ക് പുറകോട്ട് നീങ്ങി പ്രവേശിക്കും. അതേ സമയത്ത് തന്നെ കേതു കന്നിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിക്കും. അപ്പം രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ വിലോമഗതിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യം ശനി 4ലാണ് നിൽക്കുന്നത്. അതായത് വീടിൻ്റെ ഗൃഹത്തിൻ്റെ സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടക ശനി ദോഷം അനുഭവപ്പെടും. വ്യാഴമാണെങ്കിൽ 7ലാണ് നിൽക്കുന്നത്. പക്ഷേ ധനപരമായിട്ട് അവർക്ക് കുറച്ച് ഗുണം കൂടും. വർഷത്തിൻ്റെ ആദ്യം അവസാനം വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഗുണകരമല്ലാതെയും വരും ധനപരമായിട്ട്. എന്നാൽ 7ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് ദാമ്പത്യപരമായിട്ട് അത്ര ഗുണകരം അല്ല എന്നുള്ളതും അറിയേണ്ടതാണ്. അപ്പോൾ തുലാക്കൂറുകാർക്ക് വർഷത്തിൻ്റെ 2ാം ഭാഗവും വൃശ്ചികക്കൂറുകാർക്ക് ആദ്യ പകുതിയുമാണ് കൂടുതൽ മെച്ചമായിട്ടുള്ളത്, അനുകൂലമായിട്ടുള്ളത്. വർഷാരംഭം നക്ഷത്രത്തിൻ്റെ ഗുണം പ്രത്യേകിച്ച് അനുഭവപ്പെടുന്ന ഒരു കാലമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടുന്നതാണ്. ഭാര്യാഭർത്തൃ ഐക്യവും പരസ്പര വിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് വർഷത്തിൻ്റെ ആദ്യ ഭാഗം. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. വിവാഹ സമയം അനുകൂലമായി വരും. വിദ്യാപുരോഗതിയും പുതുവസ്ത്രലാഭം ആഭരണ ലാഭം ഒക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. കുടുംബം വിട്ടു മാറി നിൽക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി കിട്ടാനോ പഠനത്തിന് പ്രവേശനം കിട്ടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അമിതമായ ആഡംബരപ്രിയത്വം മൂലം ധനപരമായ ചോർച്ച നന്നായിട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ചിലരുടെയൊക്കെ വിയോഗമുണ്ടാകാനും ചിത്ര നക്ഷത്രക്കാർക്ക് യോഗം ഉണ്ട്. അപ്പോൾ അത് ഈ നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് പോലെ പറയുന്നത് കാരണം ഇതിനൊരു തയ്യാറെടുപ്പിന് വേണ്ടി കൂടെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ജാഗ്രത വേണം. അപ്പം ജ്യോതിഷം കൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണ് എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഉണ്ട്. ഒരു മുന്നറിയിപ്പ് പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരാനിടയുള്ള കാലത്ത് സാമ്പത്തികമായ ചിലവുകൾക്ക് ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്. ആരെങ്കിലും അമിതമായിട്ട് വിശ്വസിക്കുന്നതിലൂടെ അമളി പറ്റാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. പക്ഷേ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും. വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകേണ്ട കാലമാണ്. പൊതുക്കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് എതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഒരല്പം സമാധാനക്കുറവൊക്കെ അനുഭവപ്പെട്ടേക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്പം പ്രതിബന്ധങ്ങളെയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ പരീക്ഷാ വിജയവും ഉന്നത പഠന സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതും ഗുണകരമായ കാര്യമാണ്. പ്രണയബന്ധങ്ങൾ മുന്നേറി കൊണ്ടുപോകാനായിട്ട് വിശാഖ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹത്തിലേക്കെത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മറ്റൊരു കാര്യമാണ്. എങ്കിലും പൊതുവെ നോക്കുമ്പോഴത്തേക്കും വലിയ തടസ്സങ്ങളൊക്കെ ഒഴിവായി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. വർഷമധ്യത്തിൽ തുലാക്കൂറിൽപ്പെട്ടവർക്ക്, അതായത് തുലാക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരം സിദ്ധിക്കും. സമൂഹത്തിൽ ആദരവ് ലഭിക്കും. അധികാരമുള്ള വിഭാഗത്തിലേക്ക് ജോലി മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. വ്യാപാര രംഗം, കസ്റ്റമർ കെയർ, സെയിൽസ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനലാഭം, ഭൂമിലാഭം, ലോട്ടറി മുഖേനയിൽ നിന്ന് ലാഭമൊക്കെ കിട്ടാം.
ശത്രുനാശം ഉണ്ടാകും. നേരത്തെ പറഞ്ഞു ശനിയുടെ മാറ്റം അനുസരിച്ച് ശത്രുനാശം ഉണ്ടാകുന്നതാണ്. മകരമാസത്തോടെ ജീവിതത്തിൽ ചില വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാൻ വിശാഖ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. മാതൃബന്ധുക്കൾക്കൊക്കെ കഷ്ടതയും അരിഷ്ടതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വർഷാവസാനത്തോടെ ഭക്ഷണസുഖക്കുറവ്, വാഹനം മൂലം ദോഷാനുഭവങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാം. എന്നാൽ ശത്രുവിജയവും പലപ്പോഴും ലഭിക്കുന്നതാണ്. പിന്നെ വർഷമധ്യമാകുമ്പോഴത്തേക്കും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അമിതമായ ദാഹം, ഭക്ഷണസുഖക്കുറവ്, വാഹനം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല സുഹൃത്ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് മുന്നോട്ട് പോകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും സാധിക്കും. വീട്ടിൽ പൊതുവെ സമാധാനം ഉണ്ടാകും. വിശാഖ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ നോക്കുമ്പം ഭൂമി വ്യവഹാരത്താൽ അനുകൂല വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂല വിധി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് ജോലി കിട്ടാനോ മക്കളുടെ വിവാഹം നടക്കാനോ ഒക്കെ സാധ്യതയുള്ള കാലമാണ്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് അർഹമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അമിതമായ കോപം, എടുത്തുചാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കണം. അല്ലെങ്കിലൊക്കെ ഇൻ്റർവ്യൂവിനും ഒക്കെ ചെല്ലുമ്പോൾ അത് ദോഷകരമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ നല്ല ജാഗ്രത പുലർത്തണം, നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കും രാഹുർ ദശയോ രാഹുവിൻ്റെ അപഹാരമോ അല്ലെങ്കിൽ രാഹുവിൻ്റെ ഛിദ്രമോ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സർപ്പദൈവങ്ങൾക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിലെ ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഈ 3 ഗ്രഹങ്ങൾക്കും അർച്ചനകൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചന്ദ്രദശയോ ബുധദശയോ ശുക്രദശയോ ആണ് ഇപ്പോൾ നിങ്ങൾക്കെങ്കിൽ അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൂടെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം. ജാതകത്തിൽ ജനന സമയത്ത് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇവർ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. രാഹുവിൻ്റെ സ്ഥാനം നോക്കുക. എന്നിട്ട് പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അർച്ചനകൾ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറഞ്ഞ രാഹുവിനും ഈ ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇത്രയും പേർക്ക് അർച്ചനകൾ നൽകുക. നല്ല മാറ്റം ഉണ്ടാകും, തടസ്സങ്ങൾ മാറും. പിന്നെ ഗുരുവിനെ പ്രീതിപ്പെടുത്തുക, അതായത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ വ്യാഴത്തിന് വഴിപാടുകൾ കൊടുക്കാം. അതല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ചകളിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. തുളസിമാല സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ തുലാം രാശിയിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർ ശുക്രനെയും, വൃശ്ചിക രാശിക്കാർ ചൊവ്വയെയും പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ശുക്രൻ്റെ സ്തോത്രം അല്ലെ കുജൻ്റെ സ്തോത്രം ഇത് ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ ബുധനാഴ്ചയും വിശാഖവും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നിർബന്ധമായും എല്ലാ മാസവും ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ മഹാലക്ഷ്മി പ്രാർത്ഥന, സുബ്രഹ്മണ്യ പ്രാർത്ഥനയൊക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നഷ്ടമൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. വിശാഖ നക്ഷത്രവും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും വിശാഖം, പുണർതം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിശേഷമാണ്. അപ്പോൾ ഈ ചെറിയ വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും ഒക്കെ നടത്തി തടസ്സങ്ങൾ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.